ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാസർഗോഡും കണ്ണൂരൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇതാണ് കാസർഗോഡുകാരുടെയും കണ്ണൂർക്കാരുടെയും വെള്ളക്കലത്തപ്പം. കറിയൊന്നും ഇല്ലെങ്കിലും ഇത് ചുമ്മാ ചായയുടെ കൂടെ വെറുതെ കഴിക്കാം. കറി വേണമെന്ന് നിർബന്ധമില്ല. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ട് കൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണിത്. വെള്ളക്കലത്തപ്പം ചെയ്യാനായി ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച പച്ചരിയാണ്. ഇതിപ്പോൾ കഴുകി എടുത്തതാണ്. ഇതൊരു കപ്പ് അരിയാണ് ഉള്ളത്. പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ, അതിൻ്റെ കൂടെ ഒരിത്തിരി സവാളയും കൂടി എടുത്തിട്ടുണ്ട്. കൂടുതൽ സവാള എടുത്താൽ സവാളയുടെ കുത്തൽ വരും, അതുകൊണ്ടാണ് അതിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചോറാണ് വേണ്ടത്. ഒരു കപ്പ് ചോറിന് ഒരു പിടി ചോറ് മതിയാകും. കൂടുതലായി കഴിഞ്ഞാൽ ഒട്ടൽ വരും, നമ്മുടെ അപ്പം ശരിയാവില്ല. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഇത് നമുക്ക് എണ്ണയിൽ വറുക്കാനുള്ളതാണ്. ഈ അരിയും തേങ്ങയും ചോറും സവാളയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചോറിട്ട് കൊടുക്കാം. അത് ഏത് ചോറാണേലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി സവാളയും തേങ്ങയും ഇട്ട് കൊടുക്കാം. അരയാനാവശ്യമായ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് ചൂട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്ത് വെക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. ബാക്കി അതിൽ കിടക്കട്ടെ. ഇനി ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും ചെയ്യരുത്. ഇനി ഇതിനെ അടച്ചു വെക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുള്ള ഭാഗത്തേക്കും കൂടി തൂവി കൊടുക്കാം. ഇനി ഇതൊന്ന് അടപ്പ് വെച്ച് അടച്ചു വെക്കാം. പണ്ടൊക്കെ എൻ്റെ വല്യമ്മ ഉണ്ടാകുന്ന സമയത്ത് ഇതുണ്ടാക്കുമ്പോൾ ഈ അടപ്പിന് പകരം നമ്മൾ പണ്ടൊക്കെ ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു ടിന്ന് വരില്ലേ, വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിനെ മുറിച്ച് ഇതിന് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങൻ്റെ തൊണ്ടും ചിരട്ടൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും കൂടി തീയിടും. അങ്ങനെയായിരുന്നു ഈ കലത്തപ്പം ഉണ്ടാക്കിക്കൊണ്ട്. ഇപ്പം അതിനൊന്നും പറ്റാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ അത് അടിഭാഗം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത്. പണ്ടത്തെ ആ കലത്തപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാൻ. വെറുതെ തിന്നാൻ പോലും നല്ല ടേസ്റ്റുള്ളൊരു കലത്തപ്പാണിത്. ഇപ്പം മറിച്ചിടാനായിട്ടുണ്ട്. ഇനി മറിച്ചിടാം. മറിച്ചിടാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ചട്ടുകം കാണുന്നില്ല, എവിടെ പോയി എന്നറിയില്ല. ഇനിയിപ്പോൾ ചോറിൻ്റെ തവി വെച്ചിട്ട് മറിച്ചിടാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. അതെങ്ങനെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ വേണ്ടാതിരിക്കുമ്പോൾ ഈ സാധനം എവിടെയും കാണും. എന്നും വെക്കുന്ന സ്ഥലത്താണ് വെച്ചത്, എന്നാലും എവിടെ പോയി എന്ന് അറിഞ്ഞിടാം. ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടി ഒന്നാവട്ടെ. ഇങ്ങനെ ആവശ്യത്തിന് നോക്കുമ്പോൾ പലതും കാണാതാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ സാധനം കയ്യെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരാവശ്യത്തിന് സാധനം നോക്കിയപ്പോൾ ചട്ടുക ഇവിടെ ഉണ്ടോ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ മൈൻഡ് പറഞ്ഞാൽ ചട്ടുക ഇവിടെ ഇല്ല എന്നാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നിട്ടാണ് ഇതുപോലൊരു പരിപാടി എൻ്റെ മൈൻഡ് എൻ്റെ അടുത്ത് ചെയ്തത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ ഞാനിവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇയാൾ അവിടെ തന്നെ നിൽക്കുന്നു. എന്തോ ചെയ്യാനാണ്. കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ മുറിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.